ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ട് എളുപ്പത്തിലൊരു മീൻ കറി തയ്യാറാക്കാം. നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ട്യൂണയാണ് നമ്മുടെ ചൂര. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കീറിയതും കരിവേപ്പിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചൂടായ വെളിച്ചെണ്ണ കടുക് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തിട്ട് വെളുത്തുള്ളി ആർത്തിയിട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർക്കാം. ഒരു നുള്ളു ഉപ്പിടുവാണ്, പെട്ടെന്ന് അതങ്ങ് വാടി സെറ്റായിക്കോളും. ഒന്നിളക്കി കിടത്ത് നിറം മാറുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. ഒത്തിരി മൂത്ത് കറുത്ത നിറമാകണമെന്നില്ല, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ട്യൂണ മീന് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഒത്തിരി വൈറ്റമിൻസ് ഉണ്ട്. വിറ്റാമിൻ B12, വിറ്റാമിൻ B6, D, E ഇതെല്ലാം ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തെ ചൂടിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ ബോണിനും എല്ലാം ബ്രെയിനിനും എല്ലാം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള മീനാണ്. അപ്പം ഇത് വീണ്ടും കഴിക്കാൻ തോന്നണമെങ്കിൽ നമുക്ക് അല്പം ടേസ്റ്റി ആയിട്ട് ഇരുന്നാലല്ലേ വീണ്ടും കഴിക്കാൻ തോന്നുക. അപ്പം നമുക്ക് ഈ വാടിയ നിറം മാറിയ ഇതിൻ്റെ അകത്തേട്ട് ബാക്കി പൊടിക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാട്ടോ ഞാൻ മീൻ കറിക്ക് ഉപയോഗിക്കാറ്. കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ ഒത്തിരി കുത്തലെരിവില്ല, നമുക്ക് അത്യാവശ്യം കൊഴുപ്പ് കൂടാനും നല്ലതാണ്. എൻ്റെ ഈ മുളക് പൊടിക്ക് ഒത്തിരി എരിവുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് 4 സ്പൂണ് ഇടുന്നത്, അല്ലെങ്കിൽ ഒരു 6 സ്പൂൺ വരെ ഇട്ടാൽ ഒരു കുഴപ്പമില്ല. നല്ലപോലെ ചാറും ഗ്രേവിയൊക്കെ കിട്ടും. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് 2 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തും കൊടുക്കും കേട്ടോ. മല്ലിപ്പൊടി മഞ്ഞൾ പൊടിയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അത്യാവശ്യം മഞ്ഞൾ പൊടിയൊക്കെ കറിക്ക് ചേർക്കും. പിന്നെ ഇപ്പോൾ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് ഇളക്കാവുന്നതാണ്. മീൻകറി ഒരു 10-20 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ടെങ്കിൽ റെഡി ആട്ടോ. മീൻ വെക്കുന്ന വരെയുള്ള പണിയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒരു ബാക്കി നമ്മുടെ കുക്കിങ്ങോ ബാക്കി കാര്യങ്ങളോ ചെയ്യാം. അതവിടെ ഇരുന്ന് ഇടയ്ക്കൊന്ന് 1-2 തവണ ഇളക്കി കൊടുത്താൽ മതി. അതവിടെ നിന്ന് ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുത്താൽ മതി. 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ലപോലെ വെന്ത് പാകമായിക്കോളും. ഇപ്പം നമ്മുടെ പൊടിയെല്ലാം ഇട്ട് കൊടുത്തു. പൊടി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചെറിയ തീയിലിടണം കേട്ടോ. പൊടി ഇടുമ്പോൾ എപ്പോഴും തീ ഒന്ന് കുറച്ചിട്ടിട്ട് വേണം ഇടാൻ. പെട്ടെന്ന് കരിചോവയാകരുത്. ചെറു തീയിൽ വേണം പൊടികളൊക്കെ എപ്പോഴും ഇട്ട് കൊടുക്കാൻ. അപ്പം നമ്മുടെ ഇത് പുളിവെള്ളമാണ്. പുളി ഞാൻ ആദ്യമേ എടുക്കുമ്പോൾ തന്നെ ആദ്യം പുളിയാണ് കഴുകിയിട്ട് ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പം നല്ലപോലെ പുളിയെല്ലാം ഇറങ്ങി, അപ്പോൾ പുളിരസം പെട്ടെന്ന് കറിക്ക് ആകും. അപ്പോൾ ആ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിന് മീനിന് ആവശ്യമായ വെള്ളവും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ ഞാൻ ഇട്ടത് കുറച്ച് ഉലുവയാണ് കേട്ടോ. ഉലുവയുടെ ടേസ്റ്റ് നല്ലതാണ്. ഉലുവ പൊടിയില്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് ചൂടാക്കി ചതച്ചതേ ഉള്ളൂ. ഉലുവപ്പൊടി ഇട്ടാൽ നല്ലതാണ്. പിന്നെ അതിൻ്റെ അകത്തായിട്ട് നമുക്ക് കഷ്ണങ്ങളാക്കി കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. മീൻ ഈ കഷ്ണമാക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഉപ്പിട്ട് തിരുമുവാണെങ്കിൽ അതിൻ്റെ ഇഴുകലും ഉളുമ്പും ഒക്കെ നല്ലപോലെ മാറിക്കിട്ടും കേട്ടോ. പിന്നെ അത്യാവശ്യം നന്നായിട്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുവാണെങ്കിൽ മീൻ കറിക്ക് ടേസ്റ്റും മണവും ഗുണവും എല്ലാം കൂടിക്കോളും. അപ്പോൾ നമ്മളൊരു 20 മിനിറ്റോളം ഇതിനെ വേകാൻ അനുവദിക്കുക. അപ്പോൾ ഒന്ന് മൂടി വെച്ച് വേഗം സമയം കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് 2-3 തവണയൊന്ന് പതുക്കെ മറിച്ചിട്ട് ഇളക്കിയാൽ മതി. ഒത്തിരി കുഴച്ചിട്ട് ഇളക്കിയ മീനൊക്കെ പൊടിഞ്ഞു പോകുന്നുണ്ട്. പതുക്കെ തട്ടി ഇളക്കിയാൽ മാത്രം മതി. അപ്പോൾ ഏകദേശം മീനിൻ്റെ വേവായിട്ടുണ്ട്. 20 മിനിറ്റോളം ആയിട്ടുണ്ട്. പതുക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി. അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ ബൈ ബൈ.